കർമ്മയോഗത്തിൻ്റെ ചുവട് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വികസിക്കാം എന്നൊന്ന് ശ്രമിക്കാം അല്ലേ. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം അതിൽ പെടും. കർമ്മ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ കർമ്മേന്ദ്രിയത്തിൻ്റെ പ്രവൃത്തികൾക്കുള്ള ഒരു ബേസ് കൊടുക്കുന്നത് മനസ്സിലുള്ള നമ്മുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത് നമ്മൾ എന്ത് കർമ്മം എങ്ങനെ ചെയ്യണമെന്നത്. ആ മനസ്സിന് വിവേകം കൊടുക്കുന്നത് ബുദ്ധിയാണ്. അപ്പോൾ ഏതൊരു കർമ്മത്തിൻ്റെ പിന്നിലും ബുദ്ധി, മനസ്സ്, കർമ്മേന്ദ്രിയം, ഈ 3 പടികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ 3 പടികളെയും ശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്ക് കർമ്മയോഗത്തിനെ ആത്മവികാസത്തിനുള്ളൊരു പദ്ധതിയാക്കിയിട്ട് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതില് ഏറ്റവും വലിയ ഒരു പറയണ്ടേ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഞാൻ എന്ന ഭാവത്തിനെ നമുക്ക് കളയാൻ പറ്റുന്നില്ല. ഞാൻ എന്നുള്ള ഒരു അഹന്ത, ആ ഞാൻ ഒരു ക്യാപിറ്റൽ ഐ, ക്യാപിറ്റൽ സെൽഫ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഒരു ഈശ്വരീയ ഭാവം കലർത്തുകളായിരിക്കും. പക്ഷെ അത് നമുക്കറിയില്ല. പക്ഷെ ഞാൻ എന്ന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള നിലയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഈ ഞാനെന്ന ഭാവം, അപ്പൊ അതിനെയാണ് ആദ്യം കളയുന്നത്. അതുകൊണ്ടായിരിക്കണം സ്വാമിജി നേരത്തെ പറഞ്ഞതില് ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. നമ്മളെ തന്നെ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. നമ്മളിൽ ഓരോരുത്തരിലും ദിവ്യത്വം നിലീനമായിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തില് ദിവ്യത്വം നിലീനമില്ലാത്തതായിട്ട് ഒരു വസ്തുവുമില്ല. ഓരോ അണുവിലും പരമാണുവിലും ആ ദിവ്യത്വം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രഹ്മാണ്ടം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ആ ദിവ്യത്വത്തിന്റെ പ്രഭാവത്താലാണ്. അപ്പോൾ ആ ദിവ്യത്വം നമ്മളിലുമുണ്ട് എന്നുള്ളൊരു ഭാവം വളർത്തിയെടുക്കലാണ് കർമ്മയോഗത്തിൽ നമുക്ക് ആദ്യമായിട്ട് സാധിച്ചെടുക്കുന്നത്. ഞാൻ പറയുമ്പോൾ മനസ്സ് ഈ ഭൗതികമായിട്ടുള്ള ഞാൻ എന്നുള്ള ഭാവത്തിൽ വിട്ട് ദൈവീകമായിട്ടുള്ള ഒന്നിനെ കയറണം. ആ ദൈവികമായിട്ടുള്ള ഒന്നിനെ അറിയണം എന്നുണ്ടെങ്കിൽ ദൈവികമല്ലാത്തതുമായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ട് അതിനെ ഒന്ന് നമ്മൾ ദുർബലപ്പെടുത്തും. അതെന്താണ് ആ കൂട്ടുകെട്ട്? പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കാണുന്നതും അനുഭവിക്കുന്നതുമായ ഈ പ്രപഞ്ച ഭൗതിക സാധന സാമഗ്രിക സംഭവങ്ങളെല്ലാം അത് സത്യമല്ല എന്ന ഉറച്ച മനസ്സിനെ ബോധിപ്പിക്കും. അതെല്ലാം ഇന്നുണ്ട്, നാളെ ഇല്ലാത്തതാണ്. അതെല്ലാം സദാ മൃതമായിക്കൊണ്ടിരിക്കുന്നതാണ്, സദാ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സാധനത്തിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല നമ്മുടെ ചുറ്റുമുള്ളതിൽ നാശമില്ലാത്തത്. ഈ ഒരു അറിവ് വെച്ചൊന്ന് നോക്കി ഒരു ചെടിയോ ഒരു വിത്തോ ഒരു കായോ നമ്മുടെ ശരീരമോ എല്ലാം സദാ ഒരു തരം നാശത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതേ സമയം തന്നെ നാശമില്ലാത്ത എന്തോ ഒന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതാണ് അത്ഭുതം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നാശമില്ലാത്ത. അപ്പൊ അതിനെക്കുറിച്ച് ധ്യാനിക്കാതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാതെ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ പലതരത്തിലുള്ള ദേവീ ദേവഭാവങ്ങളെല്ലാം നമുക്ക് തന്ന് ഇതിഹാസ പുരാണങ്ങളിൽ കൂടി നമ്മുടെ മനസ്സിനെ ആ ദൈവികതയിലേക്ക് നയിക്കുന്നു. അതിൻ്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കണം.